എല്ലാ വിദ്യാർത്ഥികൾക്കും MQ വീഡിയോ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളെ അറിയേണ്ട ഏറ്റവും പുതിയ 3 അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച സ്റ്റഡി കിറ്റിൻ്റെ കണക്കെടുപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം ഓണം ക്രിസ്മസ് പരീക്ഷകൾ നടത്താൻ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ജൂൺ മാസത്തിൽ 2 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ നടപടികൾ തുടങ്ങുകയാണ്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഈ വീഡിയോ പരമാവധി വിദ്യാർത്ഥികളിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. കുട്ടികളിലെ വാക്സിൻ പരീക്ഷണം ജൂൺ മാസത്തിൽ തുടങ്ങിയേക്കുമെന്ന് വാക്സിൻ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക്. സെപ്റ്റംബറിന് മുമ്പ് അന്തിമ അനുമതി പ്രതീക്ഷിക്കുന്നതായും ഭാരത് ബയോടെക്കിൻ്റെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നുള്ളതാണ്. കോവിഡ് വ്യാപനത്തിൻ്റെ തീവ്രത കുറഞ്ഞാൽ അധ്യാപകരെ വിദ്യാലയത്തിലെത്തിച്ച് നിയന്ത്രണങ്ങളോടെ ക്ലാസുകൾ തുടങ്ങുന്ന കാര്യം ആലോചിക്കും. ഇതോടൊപ്പം ഓണം ക്രിസ്മസ് പരീക്ഷകൾ വേണമെന്ന ആവശ്യത്തിന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി മുഹമ്മദ് അനീഷിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: പരീക്ഷകൾ നടത്തിയാൽ മാത്രമേ കുട്ടികളിൽ പഠിക്കാനുള്ള താല്പര്യമുണ്ടാവുകയുള്ളൂ. സ്പോട്ട് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ തേടും. പരീക്ഷയും വർക്ക്ഷീറ്റുകൾക്കും പൊതുമാർഗരേഖ കൊണ്ടുവരുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതോടൊപ്പം ഒരു ടീച്ചർ TV-യിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് മറ്റൊരു ടീച്ചർ കുട്ടിയുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്ന സംവിധാനമാണ് ആലോചിക്കുന്നത്. അടുത്ത വാർത്ത വിദ്യാർത്ഥികളേറെ കാത്തിരിക്കുന്ന സ്റ്റഡി കിറ്റിനെ കുറിച്ചാണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളിൽ KITE ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ക്ലാസുകൾ കാണാൻ സാധിക്കാത്തവരുടെ കണക്ക് വീണ്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശേഖരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. മുൻ വർഷം 2,62,000 വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ഡിജിറ്റൽ സൗകര്യമില്ല എന്ന് കണ്ടെത്തുകയും അവർക്കുള്ള സൗകര്യം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ സ്റ്റഡി കിറ്റ് ലഭിക്കുമെന്ന കാര്യം ആലോചിക്കുമെന്ന് മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. മന്ത്രിയെ ചുമതലയേറ്റ ശേഷം നടന്ന ആദ്യ യോഗത്തിൽ തന്നെ ഡിജിറ്റൽ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികളുടെ വിവരശേഖരണം വീണ്ടും നടത്താൻ ശിവൻകുട്ടി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതോടെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഉപകാരമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പുതിയ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.